സി.കെ. ജാനുവിന്റെ രാഷ്ട്രീയ പാർട്ടി എൻ.ഡി.എ വിട്ടിരിക്കുന്നു. ഇത് കേരളത്തിലെ എൻ.ഡി.എനെ എങ്ങനെ ബാധിക്കും? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് സി.കെ. ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ.ഡി.എയോട് വിട പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ എൻ.ഡി.എക്കകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദളിത് ആദിവാസി പിന്നോക്ക രാഷ്ട്രീയം ഊന്നിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് സി.കെ. ജാനു. മുത്തങ്ങ സമരം ഉൾപ്പെടെ നിരവധിയായ വയനാട്ടിലടക്കം ഭൂസമരങ്ങൾ ഉൾപ്പെടെ നടത്തി പരിചയമുള്ള പ്രാവീണ്യമുള്ള ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയായ ഒരു വനിതാ നേതാവ് എന്ന് തന്നെ നമുക്ക് സി.കെ. ജാനുവിനെ വിശേഷിപ്പിക്കാം. അത്രത്തോളം സമര പാരമ്പര്യം അവർക്കുണ്ട്. ഒരുപക്ഷെ അവർ കോൺഗ്രസിലോ CPM-ലോ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നെങ്കിൽ അവർ പാർട്ടികളുടെ നേതൃനിരയിൽ എത്തേണ്ട ഒരുപക്ഷെ MLA-യോ MP-യോ ആകേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. നിർഭാഗ്യവശാൽ പാർലമെന്ററി രംഗത്തേക്ക് അവർക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സി.കെ. ജാനുവിനെ പോലെ കേരളത്തിന്റെ സമര പോരാട്ടങ്ങൾക്കകത്ത് വലിയ പാരമ്പര്യമുള്ള ഒരു നേതാവ് എൻ.ഡി.എ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് BJP നേതൃത്വം നൽകുന്ന എൻ.ഡി.എക്ക് ഉണ്ടാകാൻ പോകുന്നത്. അവർ ഈ അവരുടെ രാഷ്ട്രീയ പാർട്ടി എൻ.ഡി.എ വിടാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഈ യോഗത്തിൽ തീരുമാനമെടുത്ത് അവർ വാർത്താമാധ്യമങ്ങളോട് മാധ്യമപ്രവർത്തകർ അവരോട് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ.ഡി.എക്കകത്ത് തങ്ങൾ നിരന്തരമായി അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനവർ പറയുന്ന കാര്യം 2024 കേന്ദ്രത്തിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ബോർഡ് കോർപ്പറേഷൻ ഉൾപ്പെടെ ചില സ്ഥാനങ്ങളിൽ അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നൽകാൻ തയ്യാറായില്ല എന്നത് മാത്രമല്ല, ഇവരെ പാടെ അവഗണിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, അവർ വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, പക്ഷേ അവരെ പാടെ അവഗണിക്കുന്ന ആദിവാസി വിഭാഗം കൂടുതലായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ പാടെ അവഗണിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഉൾപ്പെടെ നേരിട്ട് കണ്ട് തങ്ങളുടെ പരാതി പറഞ്ഞിട്ടും അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അത് പരിഗണിക്കപ്പെടാൻ പോലും തയ്യാറായില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കാൻ ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ തയ്യാറായില്ല എന്നാണ് സി.കെ. ജാനു പറയുന്നത്. അവിടെ BJP-യുടെ സവർണ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന BJP-യുടെ മുഖമാണ് സി.കെ. ജാനു തുറന്നു കാണിക്കുന്നത്. കാരണം സി.കെ. ജാനു ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയാണ്. സവർണ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന BJP-ക്ക് ഒരിക്കലും ഇവരെ പോലുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് BJP നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നേർ ചിത്രമാണ് അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണമാണ് സി.കെ. ജാനുവിന് എൻ.ഡി.എക്കകത്തു നിന്നുണ്ടായ അവഗണന നമുക്ക് 100% പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ എൻ.ഡി.എക്കകത്ത് BJP-യും BDJS-ഉം കിട്ടുന്ന സ്ഥാനമാനങ്ങൾ പങ്കിട്ടെടുക്കുകയാണ്. BDJS നമുക്കറിയാം SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായ രാഷ്ട്രീയ പാർട്ടിയാണ്. BJP-യുടെ ഒരു B ടീം പോലെ തന്നെയാണ് BDJS പ്രവർത്തിക്കുന്നത്. 2 പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒന്നും ഒരേപോലെ തന്നെയാണ് 2 പേരും പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ BJP-യിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായി ദേശീയ നേതൃത്വം കാര്യമായി കേരളത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സി.കെ. ജാനുവിന് എൻ.ഡി.എ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് അവർക്ക് മറ്റൊരു മേച്ചിൽപ്പുറം തേടേണ്ടി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവർ നാളെ UDF-ൽ എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവർ ഒറ്റയ്ക്ക് നിന്ന് ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിടുമെന്നാണ് അവർ പറയുന്നത്. സി.കെ. ജാനുവിന് വയനാട്ടിനകത്തോ അല്ലെങ്കിൽ വയനാട് പോലെയുള്ള മേഖലകളിൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പല മേഖലകളിലും അവർക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. ആദിവാസി ഊരുകളിലടക്കം കൃത്യമായ സ്വാധീനമുള്ള ഒരു വനിതയാണ്. കാരണം നിരവധിയായ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പൊതുധാരയിൽ എത്തിക്കാനും ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും നിരന്തരം പ്രയത്നിച്ച ഒരു വനിതയാണ് സി.കെ. ജാനു. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ സ്വാധീനം ആദിവാസി വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ട് എന്നത് മറച്ചു വെക്കാൻ കഴിയില്ല. അവർ പുറത്തേക്ക് പോകുന്നത് എൻ.ഡി.എയെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. നാളുകളിൽ എൻ.ഡി.എ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത വയനാട് പോലെയുള്ള ജില്ലകളിൽ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ സി.കെ. ജാനുവിന്റെ പ്രതിച്ഛായ BJPക്ക് വലിയ ഗുണകരമാവുമായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ജാനു പുറത്തേക്ക് പോയതോടുകൂടി BJP വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇനി എൻ.ഡി.എയിൽ നിലനിൽക്കുന്ന നോർമ ശരിയാണെങ്കിൽ BJP, BDJS, LJP രാംവിലാസ് പാസ്വാൻ വിഭാഗം, അതോടൊപ്പം തന്നെ ജനതാദളിന്റെ ഏതൊരു ജനതാ പാർട്ടി, ഒരു കേരള കോൺഗ്രസ്, ഈ 4 പേര് മാത്രമാണ് ഇപ്പോൾ 5 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് എൻ.ഡി.എയിൽ നിലനിൽക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എൻ.ഡി.എക്ക് BJPക്കും മാത്രമാണ് കാര്യമായ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉള്ളത് നിലവിൽ. ആ ഒരു ഘട്ടത്തിലാണ് എൻ.ഡി.എയിലെ ഒരു പ്രബല കക്ഷി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അംഗബലം കൊണ്ട് BJPയുടെ അത്ര ഇല്ലെങ്കിലും അല്ലെങ്കിൽ BDJS-ന്റെ അത്ര ഇല്ലെങ്കിലും അംഗബലം കൊണ്ട് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന വോട്ട് വിഹിതമുള്ള വോട്ട് ശതമാനമുള്ള ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സി.കെ. ജാനുവിന്റെ രാഷ്ട്രീയ പാർട്ടി എൻ.ഡി.എയോട് വിട പറഞ്ഞത് BJPക്ക് കനത്ത തിരിച്ചടിയായിരിക്കും.
അടുത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ സവർണ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ബി.ജെ.പിയുടെ നിലപാട് വീണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. നേരത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2019 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അന്നവിടെ കെ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയായി വന്നത്, ബി.ജെ.പിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ. അവിടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദമടക്കം നേരത്തെ ജെ.ആർ.പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പ്രസീത അഴീക്കോട് എന്ന് പറയുന്ന സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ബി.ജെ.പിയുടെ സവർണ രാഷ്ട്രീയം ഒരിക്കൽ കൂടി തുറന്നു കാണിക്കുകയാണ്. കാരണം കൃത്യമായി സവർണ മേധാവിത്വം തന്നെയാണ് ബി.ജെ.പിയെയും അല്ലെങ്കിൽ ബി.ജെ.പി നേതാക്കന്മാരെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി. ആ ഒരു പശ്ചാത്തലത്തിൽ സവർണ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് മാത്രമേ ബി.ജെ.പിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് സി.കെ. ജാനു എൻ.ഡി.എ വിട്ട് പുറത്തേക്ക് വരുമ്പോൾ അടിവരയിട്ട് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തീവ്ര ഹിന്ദുത്വ നിലപാട് പറയുന്ന ബി.ജെ.പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ തീവ്ര ഹിന്ദുത്വ നിലപാട് മാത്രമല്ല തീവ്ര സവർണ മനോഭാവം കൂടി വെച്ചു പുലർത്തുന്ന പാർട്ടിയാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ നമുക്ക് സാധിക്കും. അപ്പോ ചേട്ടാ, സി.കെ. ജാനു എൻ.ഡി.എ വിട്ടത് തെരഞ്ഞെടുപ്പ് ഏത് രൂപത്തിലാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയാവുക? തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ബി.ജെ.പി അമിത്ഷാ ഈ മാസം ആദ്യം തിരുവനന്തപുരത്ത് വന്ന് ബൂത്ത് തലത്തിലുള്ള വാർഡ് തലത്തിലുള്ള നേതാക്കന്മാരുടെ യോഗമെല്ലാം വിളിച്ച് വലിയ പ്രത്യാശയോടുകൂടിയാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലവിൽ കേരളത്തിൽ 2 നഗരസഭകളാണ് ബി.ജെ.പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, പന്തളം നഗരസഭയും അതോടൊപ്പം പാലക്കാട് നഗരസഭയും. കൂടുതൽ നഗരസഭകൾ പിടിക്കണം, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ പിടിക്കണം, പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ദേശീയ നേതൃത്വം പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടികൾ കുഴഞ്ഞു പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ ഏതു തരത്തിൽ അവർക്ക് ഈ ബി.ജെ.പിയുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി.ജെ.പിയുടെ സവർണ മനോഭാവ രാഷ്ട്രീയത്തെ കേരളം ഇന്നേ വരെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ബി.ജെ.പിയുടെ തീവ്ര ഹിന്ദുത്വത്തെ കേരളം ഇന്നേ വരെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചതും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചതും ബി.ജെ.പിയുടെ പ്രഭാവം കൊണ്ടല്ല, അവരുടെ ഈ ഒ രാജഗോപാലിന്റെയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന് ബി.ജെ.പി ഇനിയെങ്കിലും തിരിച്ചറിയണം. അവിടെയാണ് ഇത്തരത്തിൽ ജനസ്വാധീനമുള്ള ആദിവാസി വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ബി.ജെ.പിക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന അല്ലെങ്കിൽ ആദിവാസി ദളിത് രാഷ്ട്രീയം പറയുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ ബി.ജെ.പിക്ക് കഴിയുന്നില്ല എന്നൊരു സന്ദേശമാണ് സി.കെ. ജാനു എൻ.ഡി.എ വിട്ടതോടുകൂടി ബി.ജെ.പി പുറത്തേക്ക് നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ താഴെ തട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വത്തെ അനുകൂലിക്കാത്ത ബി.ജെ.പിയുടെ സവർണ രാഷ്ട്രീയത്തെ അനുകൂലിക്കാത്ത ആളുകൾ അടക്കം ഒരുപക്ഷെ സി.കെ. ജാനുവിനും SNDPയുടെ ആശീർവാദവും പിന്തുണയുമുള്ള BDJS അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപക്ഷെ വോട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ കൂടി ഇവരോട് ലാൽസലാം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ ഇത്തരത്തിൽ സവർണ രാഷ്ട്രീയവും മാടമ്പി രാഷ്ട്രീയവും തീവ്ര ഹിന്ദുത്വവും തന്നെയാണ് തങ്ങളുടെ കൈമുതൽ എന്ന് ബി.ജെ.പി വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ ജയിക്കണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ വേണം. ബി.ജെ.പിക്ക് ജയിച്ചു വരണമെങ്കിൽ ഹിന്ദുത്വ വോട്ടുകളോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളും പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളും എല്ലാം ലഭിച്ചാൽ മാത്രമേ ഒരു നിയമസഭാ സീറ്റിൽ ബി.ജെ.പിക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന് ബി.ജെ.പിക്ക് അടക്കം പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്രത്തോളം തീവ്ര ഹിന്ദുത്വത്തെ മാത്രം ചേർത്ത് പിടിക്കുന്ന സവർണ രാഷ്ട്രീയത്തെ മാത്രം താരാട്ട് പാടുന്ന ബി.ജെ.പി ആ നിലപാടിൽ നിന്ന് ഒരു ഇരുഞ്ചി പോലും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സി.കെ. ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ.ഡി.എ വിട്ടതിന് ശേഷം കോഴിക്കോട് അവർ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ദളിത് പിന്നോക്ക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഒരിക്കലും ബി.ജെ.പി തയ്യാറാവില്ല. അവർ പൊള്ളയായ രാഷ്ട്രീയം മാത്രമാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലടക്കം ബി.ജെ.പി നടത്തുന്ന ദളിത് ആക്രമണങ്ങൾ അവർക്ക് അധികാരങ്ങൾ ലഭിച്ചാൽ, അവർക്ക് ഭരണം ലഭിച്ചാൽ കേരളത്തിലേക്കും അവർ വ്യാപിപ്പിക്കും. അല്ലെങ്കിൽ ദളിതനെയും പിന്നോക്ക വിഭാഗക്കാരനെയും ന്യൂനപക്ഷത്തെയും അവർ മറ്റൊരു തരത്തിൽ തന്നെയാണ് ബി.ജെ.പി ഇപ്പോഴും കാണാൻ ശ്രമിക്കുന്നത്. മനുസ്മൃതിയിൽ നിന്ന് ഇപ്പോഴും ബി.ജെ.പിക്ക് മോചനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സി.കെ. ജാനു പറയാതെ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ, ആദിവാസികളുടെ, ദളിതുകളുടെ വോട്ടുകളൊന്നും ബി.ജെ.പിക്ക് ലഭിക്കാമായിരുന്ന വോട്ടുകളാണ് സി.കെ. ജാനു പുറത്തേക്ക് പോകുന്നത് കൂടി അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ ഇത് വലിയ തിരിച്ചറിയാൻ നേരത്തെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നു. സി.കെ. ജാനുവിനെയും BDJS-നെയും ലോക് ജനശക്തി പാർട്ടി എല്ലാം അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി എൻ.ഡി.എയിലെ ആദ്യമായി ഒരു ഘടകകക്ഷി പുറത്തേക്ക് പോവുകയാണ്. വരും ദിവസങ്ങളിലും ഈ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമോ? ഇതെല്ലാം നമുക്ക് കണ്ടറിയണം. എന്തായാലും സവർണ മാടമ്പി രാഷ്ട്രീയത്തിന് ബി.ജെ.പിയെ എവിടേക്കും എത്തിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സി.കെ. ജാനുവിന്റെ പുറത്താകലിലൂടെ അല്ലെങ്കിൽ അവർ പുറത്തു പോകുന്നതിലൂടെ അടിവരയിട്ട് വ്യക്തമാക്കുന്നത്.